നമ്മളിവിടെ 21ാമത്തെ വർഷത്തിൽ സത്രം നടത്തുമ്പോഴും തത്വസമീക്ഷ എന്ന് പറയുന്ന സ്വാമികൾ പ്രത്യേകം പേര് കൊടുത്ത് അത് വേറെ പരിവേഷം ചേർത്തിക്കൊണ്ട് നമ്മൾ നടത്തുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയുമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ശരീരം എന്ന് പറയുന്ന ബാധ, അതിനെ ബാധിച്ചിരിക്കുന്ന 21 തത്വങ്ങൾ എന്ന് പറയുന്ന 21 അക്ഷരപടകൾ അതിനെ ആക്രമിച്ച് ഇല്ലാതെയാക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് സാധിച്ചിട്ടില്ല. ഈശ്വരനെ സേവിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഇന്ന് വാസ്തവത്തിൽ യോഗവര്യന്മാരായിട്ട് നടക്കുന്നവര്, ആലയന്മാരായിട്ട് എന്നെ പോലെ നടക്കുന്നവര്, അതുപോലെ പ്രഭാഷകന്മാരിൽ നിന്ന് പ്രചാരകന്മാര്, അല്ലെങ്കിൽ മതമേള ടീച്ചർമാര്, അത്തരത്തിലുള്ള ആധ്യാത്മികവാദികൾ, അവരെല്ലാവരും തന്നെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവരാണ്. രമണ മഹർഷി പറഞ്ഞത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗൗരവം ധരിച്ചതെന്നാണ്. കേട്ടോ, രമണ മഹർഷിയുടെ പ്രയോഗം ഇത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അതുപോലും വേണ്ടായ കാരണം ഈ ശരീരം എന്ന് പറയുന്ന ആ ബാധയെ, അത് ബാധിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഭാവമാണെന്ന് കണ്ട് അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പാടുകയും ചെയ്തു. മാത്രം ഇതെല്ലാം തന്നെ പാടിയിട്ട് ശരീരം വാസ്തവത്തിൽ പൊതിഞ്ഞ് കെട്ടി ശ്രദ്ധിക്കാനുള്ള ഒരു സുന്ദര വിഗ്രഹമൊന്നും അല്ല എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം ഇരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ജനയാൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ശരീരത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ വിചാരിച്ചിട്ട് പോലും പലവട്ടം ഈ യുദ്ധം നടന്നിട്ട് പോലും നടക്കാതെ വന്നപ്പോൾ ഇതൊരു സന്ദർഭം വന്നിരിക്കുന്നു. ഭഗവാൻ കറങ്ങി തിരിക്കാതെ കൊല്ലുന്നതിന് വേണ്ടി ഭഗവാൻ കുതിരാതെ അതും നമുക്കൊരു നിർദ്ദേശം തരികയാണ്. ഗുരുവായൂരപ്പനെ താഴ്വീടുകയാണ് അപേക്ഷിച്ചാൽ പോലും നമ്മുടെ ഈ പറയുന്ന ജനിച്ചു മരിച്ച കാലം കഴിച്ചു കൂട്ടുന്ന സംസാരത്തിന്റെ ഗതികേട്, അതിൽ നിന്ന് മോചനം കിട്ടണം എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ, ശരീരാഭിമാനത്തിന്റെ, ദുരഭിമാനത്തിന്റെ, ഇപ്പൊ സത്വം കണ്ടെടുത്തെന്ന് പറഞ്ഞില്ലേ, അത് ജരാസന്ധന്മാരെ നടത്തുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് ദർശനം ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഭഗവാനെ സമർപ്പിക്കാൻ നമ്മുടെ ശക്തിക്കൊത്ത് കൊണ്ടുപോകണം. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് ഗീതയിൽ പത്രം പുഷ്പം ഫലം തോയം എന്നാണ് പറയുന്നത്. അല്ലെ, എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഭക്തിയോടുകൂടി, നമ്മുടെ ശക്തിയോടുകൂടി അവിടെ സമർപ്പിക്കാൻ സാധിക്കാൻ ചെയ്താൽ അത് ശ്രേഷ്ഠമല്ലേ എന്നതാണ്. അപ്പൊ അങ്ങനെ ഈ സ്ത്രീ കുചേലന്റെ പത്നി സർവ്വസ്ഥലത്ത് നിന്നും അവിടെ എവിടെയോ അടുത്ത വീടുകളിൽ നിന്നൊക്കെ യാചിച്ചു കൊണ്ടുവന്നിട്ടുള്ള അവില് അതൊക്കെ ശേഖരിച്ച് അതത്ര കണ്ടങ്ങൾ വൃത്തിയൊന്നുമില്ല, അതൊന്നും ശുദ്ധീകരിച്ചിട്ടില്ല. പെട്ടെന്ന് പോകാൻ പുറപ്പെടുകയാണ്. ഭർത്താവ് പുറപ്പെടുന്ന ഈ ഒരു സന്ദർഭം വളരെ കൃത്യമാണ്. ഇനി വൈകിച്ചുകൂടാ. ഉടനെ തന്നെ തന്റെ ചേരയിൽ ഒരു ഭാഗം കീറിയെടുത്തിട്ട് അതിൽ പൊതിഞ്ഞ് ഒരു രഹസ്യ സന്ദേശം ഭഗവാൻ അയക്കും. എനിക്ക് ജൈവവാഖ്യാനം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ഭക്തയുടെ സന്ദേശം ഗുരു ഭഗവാനിലേക്ക് എത്തിക്കും. കുചേലൻ ഗുരുവിന്റെ സ്ഥാനത്തൊന്ന് കൽപ്പിച്ചു നോക്കൂ. ഭക്തന്റെ സന്ദേശം ഗുരുവിലൂടെ ഭഗവാൻ അറിയുന്നു. അപ്പൊ രഹസ്യ സന്ദേശം ഒരു കൊടിയായിട്ട്, ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് കൊടുത്തുവിടുകയാണ്. ഗുരു അവിടെ ചെന്ന് കൊടുക്കുന്നു. ഭക്തയുടെ ആഗ്രഹം സഫലമാകുന്നു. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ നമുക്ക്? അപ്പൊ ആ ഒരു ഭാവത്തിലേക്ക് ഇവിടെ വന്നു. സർവാത്മ സുഖസമൃദ്ധിയാണ്, സമ്പൽ സമൃദ്ധമാണ് എന്നാണ് കുചേലൻ ധരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എടുക്കൂ എന്നാണ് ഇവിടെ കൊടുത്തയക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ്. കുടുംബത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്, അദ്ദേഹത്തിന് അതൊന്നും ഏൽക്കുന്നില്ല. സമൃദ്ധിയാണ് എന്നുള്ള ധാരണയാണ്. അകത്തും പുറത്തൊക്കെ സമൃദ്ധി.
കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഒരുപാട് മഹാത്മാ കഴിയാത്ത നിഷ്ഠയിൽ ലോക കല്യാണാർത്ഥം ചരിച്ചതിനെ വിസ്മരിക്കരുത്. അത് കൊടുക്കലോകേണ്ടാവട്ടെ. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് തീവ്രമായ ഭോക്തൃത്വ ബുദ്ധി. ഇതിന്റെ ഫലമൊക്കെ എനിക്ക് അനുഭവിക്കണം എന്നാൽ എനിക്ക് സൗഖ്യം ഉണ്ടാകും എന്നുള്ള മിഥ്യാധാരണ, ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള കർത്തൃത്വ ബുദ്ധി, ശരീരത്തിന്റെ മനോബുദ്ധികളിലുള്ള താതാത്മ്യം കൊണ്ടുണ്ടാകുന്ന കർത്തൃത്വ ബുദ്ധി, ഇത് രണ്ടും ചേർന്നുകൊണ്ട് ചെയ്യുമ്പോഴേ അത് കർമ്മമാവുന്നു. ഇത് രണ്ടും രീതിയിൽ തന്നെ കർമ്മം എന്ന് വിളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് നമ്മൾ കർമ്മം എന്ന് വിളിക്കാറില്ല. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ കർമ്മം എന്ന് നമ്മൾ വിളിക്കുന്നില്ല. പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭീമ കർമ്മങ്ങൾ അനുസ്യൂതം നിരന്തരം നടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ കർമ്മമെന്നും അതിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞ് വരുന്നതിനെ കർമ്മഫലം എന്നൊന്നും വിളിക്കുന്നില്ല. വിളിച്ചാൽ അത് കർമ്മമല്ലാതാവുന്നത് എന്തുകൊണ്ട്? അഥവാ നൈഷ്കർമ്മ്യം എങ്ങനെ നേടണമെന്നാണെങ്കിൽ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയുടെ അപ്രസക്തി അറിയുക. ഇതാണ് പറയുന്നത്. How much we are taking from the Shastras. The Shastras, the sacred texts, are telling us how to live
how to live this life beautifully with freedom and expansion of the mind and not in a constricted manner. So, I was thinking that I too was in a household, and from my very childhood, I think I have always felt that why is it that we get connected to God only during our worship and puja, during our prayers, and we completely forget God in other times. As a child, my mother had given a very beautiful habit or a very beautiful, she told us that pray to God. God is inside you. And she told that pray to God to make you a good girl. I was very young. And to all the siblings, my mother said this. She said, God is within you, and pray to God to make you a good girl. As a small child, I did not understand what is good. I used to think that I must obey my parents, I should study well, I should not quarrel with anybody, and all other things. As I grew up, I understood that to pray to become good. Good means the good qualities, human good qualities. And as I entered the spiritual path and the devotional path, I understood that these qualities are the qualities of Atman that we have to imbibe, cultivate. So, as a child also, when I used to go to temples, I would look at other devotees praying, then closing their eyes, chanting something, their lips will be quivering and saying some prayers. I used to feel that, I don't have so much of bhakti. Looking at others, I would feel others have a lot of bhakti and I do not have bhakti. So this question came to my mind, what is bhakti? What is devotion? And what is true devotion? Is devotion only this, that we go and pray in the temples or near our puja shrine? Is devotion only this, that we get up in the morning, take bath, light a lamp, chant some prayers, or do meditation, or read, as many read the Bhagavata, many read Bhagavad Gita, many read other texts? Is devotion only that? Or there is much more to it? Guru Sakshat Param Brahma Tasmai Shri Gurave Namaha. ഗുരുകൃപയ്ക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ നിന്ന് നമുക്കും പ്രചോദനം ഉൾക്കൊള്ളാം. നാം ഓരോരുത്തർക്കും ജീവിതം ധന്യമാക്കാൻ മാർഗനിർദ്ദേശം നൽകുന്ന ഗുരുവിനെ ലഭിക്കട്ടെ. പരമാത്മ തത്വമായ കൃഷ്ണൻ ഗുരുരൂപത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടും. ഈ ലഘുനാടകം ഇവിടെ സമാപിക്കുന്നു. കുട്ടി ആരാധ്യ.
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കേൾക്കുന്ന ആൾക്ക് യോഗ്യതയില്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രം അറിഞ്ഞു വളർന്നാറുള്ളത് കേൾക്കുന്ന ആൾക്ക് വന്നിട്ട് യോഗ്യതയാണ്. പറയുന്ന ആള് യോഗ്യനാണ്, കേൾക്കുന്ന ആളും ഒരേപോലെ യോഗ്യനാണ്. അങ്ങനെ ആ അവധൂതന്റെ അടുത്തെടുത്ത് മഹാരാജാവ് വളരെ വിനയാനീയനായിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് യഥാർത്ഥത്തിൽ ശക്തനാണ്, ദക്ഷനാണ്, സുന്ദരനാണ്, അമൃതഭാഷണം ചെയ്യുന്നവരാണ്. എൻ്റെ ഗുണങ്ങളായിട്ട് പറഞ്ഞത് അങ്ങ് യഥാർത്ഥത്തിൽ അമൃതഭാഷ ഗുണങ്ങളായിട്ട് പറഞ്ഞത് അങ്ങ് അമൃതഭാഷ അങ്ങ് ശക്തനാണ്, ശ്രേഷ്ഠനാണ്, ജ്ഞാനമുള്ളവനാണ്, അമൃതഭാഷണം ചെയ്യുന്നവനാണ്, ഏറ്റവും നന്നായിട്ട് ഏറ്റവും മധുരമായിട്ട് ഭാഷണം ചെയ്യുന്നവനാണ്, സംസാരിക്കുന്നവനാണ്. വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. ഏറ്റവും നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചിലരുടെ സംസാരം കേൾക്കാൻ പറ്റും, എത്ര മധുരമായിട്ട് സംസാരിക്കും, എന്ത് മധുരമായിട്ട് സംസാരിക്കുന്നതാണ്. ഈ സംസാരത്തെ മനസ്സിലാക്കി ഇതിന്റെ വിദ്യാർത്ഥം മനസ്സിലാക്കി ഇതിനെ ഒഴിവാക്കണമെങ്കിൽ ഹംസസ്വരൂപിയായിട്ടുള്ള ഒരാളെ സാധിക്കുള്ളൂ. അപ്പോ ഇതിനെ ഒഴിവാക്കാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു, ഗുരുവാസന കൊണ്ട് ഗുരുനാഥനെ സർവാത്മന ആശ്രയിച്ച് ജ്ഞാനത്തെ സമ്പാദിച്ച് വിദ്യയാകുന്ന ആ ഒരു കത്തി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കോടാലി കൊണ്ട് ഈ ജീവനാകുന്ന അല്ലെങ്കിൽ ഈ സംസാര ബന്ധത്തെ തന്നെ ഈ സംസാര വൃക്ഷത്തെ തന്നെ അറുത്ത് കളഞ്ഞാൽ ആത്മാനം സമ്പത്തി ആത്മാവിനെ അറിഞ്ഞിട്ട് സുഖായിരിക്കണം. അതാണ് ഏറ്റവും അവസാനത്തെ ശ്ലോകം 12ാമത്തെ അധ്യായത്തിലും ഗുരുവാസനീക ഭക്ത്യ വിദ്യാവുധാരേണ ശിരേണധീര വിവസ്യ ജീവാശയമപ്രമത്ത സമ്പത്യ ആത്മാനമധർത്തികാസ്ത്രം എന്ന് പറഞ്ഞു നിർത്തുകയാണ് ഇപ്പോൾ ചെയ്തത്. അവസാനം ഒന്നും പോരായ വന്നു, കയ്യിലുള്ളതൊക്കെ പോയി. അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് വീണ്ടും ചെന്നിട്ട് ചോദിച്ചു, രാജാവേ, കുറച്ചുകൂടി ശമ്പളം കൂട്ടി തരുമോ? രാജാവ് ചോദിച്ചു, എന്റെ ആവശ്യങ്ങൾ കൂടുന്നു. ശരി, രാജാവ് വീണ്ടും ശമ്പളം കൂട്ടിക്കൊടുത്തു. പിന്നീട് വരുന്ന ഓരോ ദിവസവും ഇദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല. അദ്ദേഹം വളരെ വിഷമത്തിലാണ്, എന്തൊക്കെയോ അലട്ടുന്നുണ്ട്. രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല യക്ഷവിത്തവും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം ഞെട്ടി. രാജാവേ, എങ്ങനെ മനസ്സിലായി എനിക്ക് യക്ഷവിത്തം കിട്ടിയെന്ന്? യക്ഷവിത്തം കിട്ടിയാൽ അവൻ ഈ മുഖത്തോട് കൂടിയിട്ട് എപ്പോഴും ഇരിക്കൂ. കൂടുതൽ സമ്പാദിച്ച് നിറയ്ക്കുവാൻ വേണ്ടി മറ്റൊന്നിനെയും അവൻ കാണില്ല. മനസ്സ് മുഴുവൻ അതിലായിരിക്കും. ഇപ്പോൾ ചിന്ത എന്താ? ഇത് നിറയ്ക്കുക എന്നത് മാത്രമാണ്. ഭാര്യയെ മറന്നു, മക്കളെ മറന്നു, സർവസ്വവും മറന്നു, അവനവന്റെ ആവശ്യങ്ങളും മറന്നു. ഇപ്പോൾ സന്തോഷം എന്ത് എന്നറിയുന്നില്ല. അങ്ങനെ സുഖിക്കുവാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. സുഖം ഉണ്ടായോ? ഇല്ല, ദുഃഖമേ ഉള്ളൂ. എന്നാൽ നിറഞ്ഞതിന് ശേഷം സുഖിക്കാം എന്ന് വിചാരിച്ചാൽ ഇത് എന്തെങ്കിലും ഒരു ദിവസം നിറയുമോ? പണം മതി, എനിക്ക് സുഖം മതി എന്ന് എപ്പോഴെങ്കിലും പറയുമോ? ഭഗവാനെ, കുറെ കാലം ദുഃഖം അനുഭവിച്ചപ്പോൾ ഞാൻ അങ്ങയോട് സുഖം ചോദിച്ചു. അല്ലയോ കൃഷ്ണ, അങ്ങ് എനിക്ക് സുഖം തന്നല്ലോ, മതി ഭഗവാനെ, ഇത്രയും മതി എന്ന് ആരെങ്കിലും പറയുമോ? പോരാ, വീണ്ടും സുഖം വേണം. ഇത് തന്നെയാണ് ധനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അദ്ദേഹം കൂടുതൽ സുഖിക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്തോ അതൊന്നും അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയിട്ട് വേഗം രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ? എങ്കിൽ വേഗം ആ ഉള്ളതെല്ലാം ആ യക്ഷവിത്തം ഒഴിവാക്കിക്കൊള്ളൂ. അങ്ങനെ 7 കുടവും തിരിച്ചു കൊടുത്തു. ഞാൻ ഭാഗവതം കേൾക്കുന്ന ജാഗ്രതത്തില് ഞാൻ സ്വപ്നം കാണുന്ന സ്വപ്നത്തില് ഞാൻ ഉറങ്ങിയെന്ന് പറയുന്ന സുഹൃത്തിയില് ഭാഗവതം കേൾക്കലും ഉറങ്ങലും സ്വപ്നം കാണലും ഉറങ്ങലും മാറുന്നില്ല. അവിടെ ആരും മാറുന്നില്ല, ഞാൻ മാറുന്നില്ല. ഈ അനുഭവങ്ങളെല്ലാം മാറാതിരിക്കുന്നതായി ഞാനെന്ന് അകണ്ട ബോധമാണ് ആത്മസ്വരൂപം. ഞാനാരാ? ആത്മസ്വരൂപമാണ്.
ആത്മസ്വരൂപമായിരിക്കുന്നതായി ഞാൻ ആത്മസ്വരൂപത്തെ മറന്ന് ഞാൻ ശരീരമെന്ന് കരുതി. ഓരോരുത്തരോടും പേര് ചോദിച്ചു കഴിഞ്ഞാൽ പേര് പറയും. 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 80 വയസ്സായെന്ന് പറയും. ഈ വയസ്സായി എന്ന് പറയുന്നത് എന്തിനാണ്? ജനിച്ചതിനാണ് വയസ്സായിരിക്കുന്നത്. ജനിച്ചതിനാണ് ശരീരമാണ്. ഞാനാരാ? ആത്മസ്വരൂപി. ഇവിടെ നിങ്ങൾക്കൊന്നും പറയൂ, ബസ്സിൽ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ആത്മസ്വരൂപിയാണ്. ആത്മസ്വരൂപിയായി ഞാൻ അത് മറന്ന് ശരീരത്തെ ഞാനെന്ന് കരുതി. ഓ നിമിഷത്തിൽ വന്നു, കണ്ടു, പരിചയപ്പെട്ടു, ആരാ, എവിടെന്നാ, എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പേരും മേൽവിലാസം പറയും. ഈ പേരും മേൽവിലാസം എന്തിനെ കുറിക്കുന്നതാണ്? ശരീരത്തിനെ കുറിക്കുന്നതാണ്. ഇന്ന നാട്ടിൽ ഇന്ന വീട്ടിൽ ഇന്നവൻ ഇന്നവന്റെ ഇന്നയാളെന്നുറച്ചു പോയ ജീവ. ഇന്ന നാട്ടിലെ ഇന്ന ദിക്കിലെ ഇന്ന വീട്ടിലെ ഇന്നവന്റെ ഇന്നയാള് എന്ന് പറയുന്നതൊക്കെ ഈ ശരീരത്തെ സംബന്ധിച്ചുള്ളതാണ്. ഞാനാരാ? ആത്മസ്വരൂപിയാണ്. ആത്മസ്വരൂപിയായി ഞാൻ അത് മറന്ന ശരീരത്തിൽ ഞാനെന്ന് കരുതി. ശരീരവുമായി ബന്ധപ്പെട്ടതായ പദാർത്ഥങ്ങളെല്ലാം എന്റേതെന്ന് കരുതി. എന്റെ ആൾക്കാർ നഷ്ടപ്പെട്ടു പോകുമ്പോഴേ, മരിച്ചു പോകുമ്പോഴേ നമുക്ക് വിഷമമുള്ളൂ. എന്റെ സ്വത്ത് കൈമോശം വന്നാലേ എനിക്ക് വിഷമമുള്ളൂ. മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയായാലും എനിക്ക് വിരോധമില്ല. ഞാൻ ആത്മസ്വരൂപിയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതായ ബന്ധങ്ങളെല്ലാം ശരീരത്തിലാണ്, എന്റെ അല്ല എന്ന് പറയും. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും നമ്മളെ എന്ത് ബാധിക്കാനെയുണ്ട്? കന്മതി വളർന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാക്കടലിൽ ഒന്നായി വീണു വലയും. കന്മതി മറന്ന് തന്റെ സ്വരൂപത്തെ മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് അന്നമയകോശം നിർമ്മിതമായിരിക്കുന്നതായി ശരീരത്തിൽ പ്രിയമുയർന്ന് ആടലാങ്കടലിൽ ഒന്നായി വീണു വലയും. ഈ സംസാര സാഗരത്തിൽ ഒന്നായിട്ട് വീണു വലയാനിടയായി തീരും. വീണ്ടും വരുന്ന വർഷവും നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകണം. പൂജ്യസ്വാമിജി പ്രത്യേകം നിങ്ങളെ എല്ലാവരെയും സ്നേഹാന്വേഷണം അറിയിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉപഹാരം സമർപ്പിക്കും. അത് കഴിഞ്ഞ് പ്രസാദം കഴിഞ്ഞ് പോകണം. और अपने माँ जी है और जो ब्रह्मलीन पुरुषोत्तम तीर्थ जी महाराज जी के जो शुभारंभ से हुआ जो परम तत्व समीक्षा सत्र का जो 10 दिन से हो रहे हैं, उसी का समापन कल है। 10 दिन का जो समापन है उसी में आप जो नारायण स्वरूपी महात्मा लोग शुरू से आए हैं, पधारे हैं और सबको आशीर्वाद करने के लिए, मंगल देने के लिए आए हैं। सभी के चरण कमलों में साष्टांग प्रणाम। ओम नमो नारायणाय। और माँ जी आप लोगों को एक छोटा सा विदाई। हमारे जो सुविधा है थोड़ा कमज़ोर है, लेकिन उसी में जो अपने सहमति से जो रहते हुए ഈ നൈമിഷാരണ്യം 22 കൊല്ലം മുൻപാണ് നമ്മൾക്ക് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയപ്പോൾ ഞാൻ പുരുഷോത്തമ സ്വാമിയുടെ അടുത്ത് പറയുകയുണ്ടായിരുന്നു, സ്വാമിജി ഇവിടെ എല്ലാ ദിവസവും
സന്ധ്യയ്ക്ക് പ്രവചനം കഴിഞ്ഞാൽ നമുക്കൊരു നാമസംഗീത പ്രദർശനം നടത്താം. അപ്പം അതിന് പന്തലൊക്കെ ആയപ്പോൾ കുറച്ച് ദൂരത്തെ കൊടിമല ചുറ്റികൾ വന്നുകൊണ്ടിരുന്നു. എത്ര ആൾക്കാരാണ് അതിന് വരിക. നാമസംഗീതത്തിൽ പങ്കെടുക്കാനായി കൂലിവേലയ്ക്ക് പോയിട്ടുള്ള ആൾക്കാർ വേഗം വന്ന് കുളിച്ച് ഓടി ഇവിടെ വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഒരു വലിയ കൂട്ടതപസ്സാണ്. ഈ തപസ് എങ്ങനത്തെ സങ്കീർത്തന തപസ്. അപ്പോൾ എല്ലാവരും വായ തുറന്ന് മനസ്സ് തുറന്ന് അസലായിട്ട് ജപിച്ച് നമുക്ക് 3 പ്രദക്ഷിണം വെച്ച് നടത്താം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. Krishna 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 Hare Hare
Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna.